ഹായ് ഓൾ, ഞാൻ സൽമ മെഹ്റൂഫ്. ഞാൻ ഇക്കഴിഞ്ഞ ജനുവരി 16 DHA എക്സാം എഴുതുന്നത്. അൽഹംദുലില്ലാ പാസ്സായി. ഓൾ താങ്ക്സ് ടു മെഡ്ബെഞ്ചർ ടീം. മെയിനായിട്ട് ഞാൻ ഏപ്രിലാണ് മെഡ്ബെഞ്ചറിൽ ജോയിൻ ചെയ്യുന്നതെങ്കിൽ കൂടി കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. എന്നാലും എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റി. കുറച്ച് ബിസി ഷെഡ്യൂളും കാര്യങ്ങളും ആയ കാരണമാണ് ഞാനത് എക്സ്റ്റെൻഡ് ചെയ്തത്. എന്നാൽ കൂടി എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റി. മെയിനായിട്ട് ആൻഡോസാറിൻ്റെ ക്ലാസ്സസ്, ബേസിക് ക്ലാസ്സസ് നല്ല ഹെൽപ്ഫുള്ളാണ്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട് സാർ അതിൽ. പിന്നെ എൻ്റെ മെൻറ്റേഴ്സ് ആയിട്ടുള്ള ഗൂഗിൾ സാർ ഉണ്ടായിരുന്നു, പിന്നീട് മറിയ മാഡായിരുന്നു. രണ്ടുപേരും നല്ല ഹെൽപ്പ് ചെയ്തേക്കണം. അതായത് നമ്മളെ ഗൈഡ് ചെയ്തേക്കണം എല്ലാ കാര്യങ്ങൾക്കും. എന്ത് ഡൗട്ട്സ് ആയാലും കാര്യങ്ങളും അത് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് തന്നിരുന്നു. നല്ല ഹെൽപ്ഫുള്ളായിരുന്നു രണ്ടുപേരും. പിന്നെ ഞാൻ ഫോളോ അപ്പ് ചെയ്തിരുന്നത് മെയിനായിട്ട് ബേസിക് ക്ലാസ്സസ് കേട്ട് അത് കഴിഞ്ഞിട്ട് ആണ് DHA ക്രാഷ് വീഡിയോസ് കണ്ടു തീർത്തു. പിന്നെ മെയിനായിട്ട് ഫയൽസും കാര്യങ്ങളും, പിന്നെ അതിങ്ങനെ റിവൈസ് ചെയ്തു. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതായത് റീസെൻ്റായിട്ട് കഴിയുന്ന എക്സാംസ് കഴിഞ്ഞ ആ ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ എല്ലാം കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും. പിന്നെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് എല്ലാം കവറപ്പ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. വല്ലാണ്ട് നീട്ടിക്കൊണ്ടുപോകാൻ ചെയ്യരുത്. എന്നാൽ എല്ലാം കവർ ചെയ്തിട്ടും വേണം പോവാൻ. ഇതെല്ലാം കവർ ചെയ്താൽ തന്നെ നമുക്ക് അത് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി ഈ എക്സാം എഴുതാൻ പോകുന്നവർക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ആൻഡ് ഫൈനലി, once again, thanks to Medbencher and Dr. Ando sir.